2025 ശ്രീരാമനവമിയും വ്രതാനുഷ്ഠാനങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. ഈ വർഷം ശ്രീരാമനവമി ഞായറാഴ്ച 6-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ത്രേതായുഗത്തിലെ പൂർണ്ണ അവതാരമാണ് ശ്രീരാമൻ. ചൈത്രമാസത്തിലെ വെളുത്തപക്ഷത്തിൽ നവമിയും പുണർദം നക്ഷത്രവും ചേർന്ന ദിവസം മധ്യാഹ്ന സമയത്ത് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കിടക ലഗ്നത്തിൽ കൗസല്യതനയനായി ദശരഥ നന്ദനായി അയോധ്യയ്ക്ക് പൊൻദീപമായി ഭഗവാൻ ശ്രീരാമൻ അവതരിച്ചു. ഹരേ കൃഷ്ണ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ രാംനവമി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് 6-ാം തീയതിയാണ്. രാംനവമിയുടെ ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം തീയതി, അതായത് ശനിയാഴ്ച വൈകിട്ട് 7:26 മുതൽ 6-ാം തീയതി, അതായത് ഞായറാഴ്ച വൈകിട്ട് 7:22 വരെയാണ് സമയം, നവമിയുടെ സമയം. അപ്പം നവമിയുടെ പൂജ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ 11:06 മുതൽ ഉച്ചയ്ക്ക് 1:39 വരെയുള്ള സമയം നല്ല സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പൂജ സമർപ്പിക്കാവുന്നതാണ് ഭഗവാന് വേണ്ടി. അയോധ്യയ്ക്ക് പൊൻദീപമായി ഭഗവാൻ ശ്രീരാമൻ അവതരിച്ചു. ഭഗവാന്റെ ജനനത്താൽ പവിത്രമായ ഈ ദിവസം ശ്രീരാമനവമിയായി അറിയപ്പെടുന്നു. ആർഷഭാരതത്തിൻ്റെ ആദർശ പുരുഷനായി ഭഗവാൻ ശ്രീരാമൻ അറിയപ്പെടുന്നു. ധർമ്മിഷ്ഠനായ ചക്രവർത്തി എന്ന നിലയിലും ഇന്നും ശ്രീരാമനും രാമരാജ്യവും രാമനീതിയും പ്രാധാന്യം അറിയിക്കുന്നു. രഘുവംശരാജാവായ ദശരഥന്റെ മകനായി അയോധ്യയ്ക്ക് ഐശ്വര്യമായ ശ്രീരാമചന്ദ്രനായി മഹാവിഷ്ണു അവതാരമെടുക്കുന്നു. രാമൻ എന്നാൽ രമിക്കുന്നവൻ എന്നാണ്. മനസ്സിനെ കടിഞ്ഞാണില്ലാത്ത അശ്വത്തെ പോലെ പറയാൻ അനുവദിക്കാത്ത ആനന്ദത്തിൽ തന്നെ നിർത്തുവാനാണ് രാമൻ. അയോധ്യയെ മുഴുവൻ ആനന്ദലഹരിയിൽ ആഴ്ത്തുവാൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞു. അയോധ്യയ്ക്ക് നിറച്ചാർത്തായി ധർമ്മിഷ്ഠനായ ചക്രവർത്തിയായി ശ്രീരാമനാമം നിലനിൽക്കുന്നു. ശ്രീരാമ നവമി ദിവസം രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ശരീരശുദ്ധി വരുത്തി ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം രാമനാമം ജപിക്കുക. 1000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. രാമനാമം സദാനേരവും ജപിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും ഇടയാകും. ഈ കലിയുഗത്തിൽ രാമനാമം ജപിച്ചാൽ എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തി നേടാൻ കഴിയും. ഭക്തിയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി രാമായണം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു. അന്നേ ദിവസം ഉപവാസവും ഉറക്കമൊഴിയലും അത്യാവശ്യമാണ്. പകൽ ഉറക്കം പാടില്ല. താമ്പൂലം ഒഴിവാക്കുക. രാവിലെയും വൈകുന്നേരം ക്ഷേത്ര ദർശനവും നടത്തണം. ദശമി ദിവസം വെളുപ്പിന് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം